ഹായ് ഫ്രണ്ട്സ്, ഇഷ്ടിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ഫ്ലൂറസെൻറ്റ് പേപ്പറിലാണ് ചെയ്യാൻ പോണത്. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഫ്ലവറാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് സൈസിലുള്ള 4 റൗണ്ട് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ 10 സെൻറ്റിമീറ്ററും 7 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും പിന്നെ 4 സെൻറ്റിമീറ്ററും അളവിലുള്ള വൃത്തങ്ങളാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിനെ നമ്മൾ ഇതുപോലെ മടക്കുകയാണ്. എല്ലാ സർക്കിൾസും ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം ഈ മടക്കിലൂടെ നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യേണ്ട, ഒരു 1/3 ഭാഗമൊക്കെ കട്ട് ചെയ്താൽ മതിയാവും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഓരോ ഭാഗവും ഇങ്ങനെ 2 സൈഡിൽ നിന്നും മടക്കിയെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. ഒട്ടിക്കുമ്പം വിരല് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഇട്ടിട്ട് ഒട്ടിക്കുക, അല്ലെങ്കിൽ അത് മൊത്തത്തിൽ ഒട്ടിപ്പോകും, അപ്പോൾ ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെ പൊന്തി നിൽക്കണ മാതിരി നമുക്കൊരു കോൺ ഷേപ്പിൽ ഇതിൻ്റെ ഇതൾ കിട്ടണം. അറ്റം നന്നായിട്ട് കൂർപ്പിച്ചിട്ട് തന്നെ ഒട്ടിക്കുക. എല്ലാ ഭാഗവും ഇതുപോലെ മടക്കിയെടുക്കുക. ഇപ്പം നമ്മൾ 4 സർക്കിൾസാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 4നെയും ഇതുപോലെ നമ്മൾ മടക്കി ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതളിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇതളാണ്. കുറച്ച് ടൈം എടുത്ത് ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഇതളുകൾ ഓരോന്നും ഒന്നിൻ്റെ മേലെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഏറ്റവും വലുത് ഒട്ടിക്കുക, അതിനുശേഷം അതിൻ്റെ ചെറുത്, അതിനുശേഷം അതിൻ്റെ ചെറുത്, അങ്ങനെ ലാസ്റ്റ് നമ്മൾ 4 സെൻറ്റിമീറ്ററിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഇതളും കൂടെ ഒട്ടിക്കുക. ഇപ്പോൾ ഫ്ലവറിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് ആണ്. അപ്പോൾ അവിടെ നമ്മൾ റവയും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മിക്സ്ചർ ഉണ്ടാക്കുക. എന്നിട്ട് പശ തേച്ചിട്ട് ഈ മിക്സ്ചർ ജസ്റ്റ് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ നന്നായിട്ട് അത് ഒട്ടി പിടിച്ചോളും. ഇനി നമുക്കിതിലേക്കുള്ള ലീഫ് കട്ട് ചെയ്തെടുക്കാം. ലീഫ് ഫ്ലൂറസെൻറ്റ് പേപ്പറിൽ തന്നെയാണ് ലീഫ്. കുറച്ചൊരു വലിയ ലീഫ് ആയിക്കോട്ടെ. ലീഫിനെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഒരു ലീഫ് തന്നെ മതിയാവും. ഇനി ഈ ഫ്ലവർ എടുത്തിട്ട് ലീഫിൽ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഫ്ലവറാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.